ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മാളികപ്പുറം സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പം ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ ഉണ്ണിമോളുടെ ആ ഒരു കഥയിലേക്ക് പോയാലോ. വൈഡൂര്യനാഗം മോഷ്ടിച്ചത് തന്റെ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ഒരാളാണ് എന്നുള്ള സത്യം ഉണ്ണിമോള് തിരിച്ചറിയുന്ന ആ ഒരു സമയത്താണെങ്കിലും ഉണ്ണിമോള് കിടങ്ങി നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യും ഗിരിദേവ? ഇപ്പൊ ചെറിയമ്മയെ പോലീസുകാർ കൊണ്ടുപോയില്ലേ? അപ്പൊ ചെറിയമ്മ ഇനി ഇത്രയൊക്കെ ചെയ്ത് കൂട്ടാനായിട്ട് ചെറിയമ്മയ്ക്ക് എങ്ങനെയാണ് തോന്നിയത് എന്നുള്ള കാര്യമൊക്കെ ഗിരിദേവന്റെ അടുത്ത് സംസാരിക്കുകയാണ് ഉണ്ണിമോള്. ഉണ്ണിമോളോട് നമ്മുടെ ഗിരിദേവൻ പറയുന്നുണ്ട്, ഉണ്ണിമോളെ, നിന്റെ ചെറിയമ്മയും നിന്റെ വല്യമ്മയും ഒന്നും ചില്ലറ പുള്ളികളല്ല. അവര് ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അല്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിന്റെ വീട്ടിൽ നിന്നും നീ ആ കെട്ട് നിറച്ച് പോകുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് വീട്ടിൽ കയറി വൈഡൂര്യനാഗം മോഷ്ടിച്ചെടുത്തത്. ആ ചെറിയമ്മയെ മുത്തശ്ശി കാണുകയും മുത്തശ്ശിയെ തന്നെ കൊല്ലാനുള്ള പദ്ധതികളൊക്കെ ഒരുക്കുകയൊക്കെ ചെയ്തു നിന്റെ ചെറിയമ്മയും വല്യമ്മയും ഒക്കെ. ചെറിയമ്മ അങ്ങനെ ചെയ്തത് ഓക്കെ, പക്ഷെ വല്യമ്മ അങ്ങനെ ചെയ്തോ? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗിരിദേവ. എന്തൊക്കെയാണ് ശരിക്കും സംഭവിച്ചത് എന്നുള്ള കാര്യം ഉണ്ണിമോള് തിരക്കുമ്പോൾ ഗിരിദേവൻ പറയുന്നുണ്ട്, ഉണ്ണിമോളെ, നീ ശബരിമലയ്ക്ക് പോയ സമയത്ത് നിന്നെ ആക്രമിക്കാനായിട്ട് 2-3 ഗുണ്ടകളൊക്കെ വന്നില്ലേ? നമ്മുടെ ലെമ്പോ വന്ന് രക്ഷപ്പെടുത്തിയ ആ സമയത്ത് ഈ ഗുണ്ടകളെ അയച്ചത് നിന്റെ ചെറിയമ്മയും വല്യമ്മയും കൂടിയാണ്. അതിൽ നിന്റെ വല്യച്ഛനും പങ്കുണ്ട് എന്നുള്ള സത്യം ഉണ്ണിമോളോട് ഗിരിദേവൻ തുറന്നു പറയാണ്. ഉണ്ണിമോളാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ഷോക്കായി നിൽക്കുകയാണ്. പിന്നീട് അവർ എന്തൊക്കെ ചെയ്തു ഗിരിദേവ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശി ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് വിഷം നൽകി മുത്തശ്ശിയെ കിടപ്പിലാക്കിയൊക്കെ ചെയ്തു. പിന്നെ സാക്ഷാൽ അന്നപൂർണേശ്വരി ദേവിയുടെ ആ നടയിൽ നിന്ന് കൊടുത്ത ആ പായസം കുടിച്ചതിന് ശേഷമാണ് മുത്തശ്ശിക്ക് ജീവൻ തിരികെ ലഭിച്ചത് എന്നുള്ള കാര്യമൊക്കെ ഗിരിദേവൻ പറയുമ്പം ഉണ്ണിമോളാണെങ്കിൽ വലിയ സങ്കടത്തിലായി. തൻ്റെ അച്ഛൻ്റെ ചേട്ടനും അതുപോലെ തന്നെ തൻ്റെ ചെറിയമ്മയും വല്യമ്മയും ഒക്കെ ഇത്രയും വലിയ ഭീകര സാധനങ്ങളാണ് എന്നുള്ള സത്യം ഉണ്ണിമോൾ തിരിച്ചറിയുന്നത് ആ ഒരു നിമിഷമാണ്. അപ്പോൾ ഉണ്ണിമോൾ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ആ ഒരു അഖിൽമോൻ വരികയാണ്. അഖിൽമോൻ വരുന്ന ആ ഒരു വഴി തന്നെ കുഞ്ഞിനെ ഒരു വണ്ടി ഇടിക്കാനായിട്ട് തുടങ്ങുമ്പം ഉണ്ണിമോള് പെട്ടെന്ന് തന്നെ ചെന്ന് കൊച്ചിനെ രക്ഷിക്കുകയാണ്. അഖിൽമോനെ, നീ കരയൊന്നും വേണ്ട ചേച്ചി, എൻ്റെ അമ്മയെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി ചേച്ചി, ഞാനിനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞാണ് അഖിൽമോൻ കരഞ്ഞുകൊണ്ട് വരുന്നത്. ഇപ്പൊ ഉണ്ണിമോള് പറയുന്നുണ്ട്, ദാ അവര് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്, ബാ മോന്റെ അമ്മയെ ചേച്ചി കാണിച്ചു തരാന്നും പറഞ്ഞ് ഉണ്ണിമോൾ അഖിൽമോനെയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലുന്ന ആ ഒരു സമയത്താണെങ്കിൽ പോലീസുകാർ തെളിവെടുപ്പ് നടത്തുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ദാ അനസൂയയും മുത്തശ്ശിയും ഒക്കെ പുറത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇവര് നമ്മുടെ ഉണ്ണിമോളെ കാണുകയാണ്. ഉണ്ണിമോള് ശബരിമലയ്ക്ക് പോയി തിരികെ വരുന്ന ആ ഒരു നിമിഷമാണല്ലോ ഇത്. അപ്പം ഉണ്ണിമോളെ കണ്ട പാടെ തന്നെ എൻ്റെ കുട്ടി തിരിച്ചു വന്നോ എന്നും ചോദിച്ച് മുത്തശ്ശി ഓടി അങ്ങ് ചെല്ലുകയാണ്. എന്ന് മുത്തശ്ശിക്ക് വയ്യാത്തതല്ലേ, ഉണ്ണിമോൾ ഓടി വരാന്നും പറഞ്ഞ് ഉണ്ണിമോൾ അങ്ങ് ഓടി ചെല്ലുകയാണ്. തൻ്റെ മുത്തശ്ശിയാണ് തനിക്ക് അമ്മയ്ക്ക് പകരമായി നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശി ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ് ഉണ്ണിമോള്. അങ്ങനെ മുത്തശ്ശിയും ഉണ്ണിമോളും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്താണെങ്കിൽ അഖിൽമോൻ കരയാണ്. മുത്തശ്ശി, എൻ്റെ അമ്മയെ കാണുന്നില്ല മുത്തശ്ശി, എൻ്റെ അമ്മയെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി എന്നുള്ള കാര്യമൊക്കെ അഖിൽമോൻ ഇങ്ങനെ പറയുമ്പം മുത്തശ്ശിക്കും വലിയ വിഷമമൊക്കെ ആയി. അപ്പം വിനോദ് കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ അനസൂയ പറയുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഈ ഒരു കള്ളിയുടെ മകനെ എന്തിനു പ്രൊട്ടക്ട് ചെയ്യാണ്? നമ്മുടെ വീട്ടിൽ കയറി ഇത്രയും വലിയൊരു കളവ് നടത്തിയവളാണ് അവള്. അവളുടെ കുഞ്ഞിനെ നിങ്ങൾ എന്തിനു സ്നേഹിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ അനസൂയ പറയുമ്പം എത്രയൊക്കെ വന്നാലും ഇവൻ എൻ്റെ അനുജന്റെ കുഞ്ഞാണ്, അതുകൊണ്ട് എനിക്ക് ഇവനെ മാറ്റി നിർത്താൻ പറ്റില്ല എന്നും പറഞ്ഞ് വിനോദാണെങ്കിൽ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുകയാണ്. ഉണ്ണിമോള് വന്ന സന്തോഷവും നമ്മുടെ അനസൂയയ്ക്കും അതുപോലെ തന്നെ വിനോദിനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഉണ്ണിമോള് വന്നതിന്റെ ആ ഒരു സൗഭാഗ്യം കൊണ്ട് തന്നെയാണ് വൈഡൂര്യനാഗം തിരികെ ലഭിച്ചത് എന്നുള്ള കാര്യം ഗിരിദേവൻ പറയുകയാണ്. ഗിരിദേവൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിനും വിനോദിന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഉണ്ണിമോൾക്കുണ്ടായിരുന്ന ആ ഒരു ദാരിദ്ര്യ യോഗം അത് മാറിയ കാര്യം ഇങ്ങനെ ആലോചിക്കുമ്പോൾ വിനോദിന് ഒരുപാട് സന്തോഷമായിട്ടോ. തൻ്റെ കുഞ്ഞിനെ പിച്ചച്ചട്ടി എടുത്ത് നടക്കുന്ന ഒരവസ്ഥ വരെ താൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എത്തിച്ചായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം സാക്ഷാൽ മണികണ്ഠൻ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ വിനോദിനും മുത്തശ്ശിക്കും ഒക്കെ ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഗിരിദേവനോട് നന്ദി പറയാണ്. മുത്തശ്ശി, ഈ ഗിരിദേവൻ ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ താരമോൾക്ക് ശബരിമലയിലൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ദാരിദ്ര്യയോഗമൊക്കെ മാറിയില്ലേ, അതിനെല്ലാം കാരണക്കാരൻ ഈ ഗിരിദേവൻ തന്നെയാണ്. ഗിരിദേവൻ ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും സാധിക്കില്ലായിരുന്നു എന്നും പറഞ്ഞ് മുത്തശ്ശിയോട് നടന്ന കാര്യങ്ങളെല്ലാം ഉണ്ണിമോള് പറയാൻ തുടങ്ങുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ
അകത്ത് പോലീസുകാരുണ്ട്. അനുപമയുമായി തെളിവെടുപ്പ് നടത്തുകയാണ്. അപ്പോൾ അവരാണെങ്കിലോ നീ എവിടെ നിന്നുമാണ് ആ ഒരു സാധനം മോഷ്ടിച്ചത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പം ദാ ഈ പൂജാമുറിയിലാണ് അത് ഇരുന്നതെന്നും ഇവിടെ നിന്നും താൻ എടുത്തുകൊണ്ട് പോവാൻ തുടങ്ങുന്ന സമയത്താണ് അമ്മ ഇങ്ങോട്ട് വന്നത് എന്നുള്ള സത്യമൊക്കെ ഇവളിങ്ങനെ പറയുക. അപ്പൊ പറയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് മുത്തശ്ശി എത്തുകയാണ്. മുത്തശ്ശി വന്ന പാടെ തന്നെ ആ സാറിനെ കണ്ട് പറയുന്നുണ്ട്, സാറേ ഇതിപ്പം ഇങ്ങനെ മോഷ്ടിച്ചതിന് എത്ര നാൾ ഇവള് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള കാര്യം പറയുമ്പോൾ പുള്ളിക്കാരൻ വർഷക്കണക്കാണ് പറയുന്നത്. അങ്ങനെ കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് വലിയ വിഷമമായി. അഖിൽമോന്റെ സങ്കടം കണ്ട് മുത്തശ്ശിയാണെങ്കിലും അനസൂയയുടെ അടുത്ത് ചെല്ലുകയാണ്. അനസൂയ മോളെ, എത്രയൊക്കെ വന്നാലും അവള് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉള്ളതല്ലേ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്, അവളോട് ഇത്തവണ നീ ഒന്ന് ക്ഷമിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അമ്മ ഇത് എന്താ ഈ പറയുന്നത്? അമ്മയെ മാറ്റി നിർത്തേണ്ടുന്ന ഒരു സാഹചര്യം വരെ ഈ വീട്ടിൽ ഒരുക്കി വെച്ചത് അത് ഇവൾ ഒരുത്തി മാത്രം കാരണമാണ്. അമ്മ ആ കാര്യമൊക്കെ മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും തരാതെ ഇരുന്നത് ഇവള് ആ ഒരു യോഗിനിയെ കൊണ്ട് പറയിപ്പിച്ചത് കൊണ്ട് മാത്രമാണ്. അമ്മ അതൊന്നും മനസ്സിലാക്കാതെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അനസൂയയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് പിന്നെ മറുത്ത് പറയാനൊന്നുമില്ല. അവരാലോചിക്കുമ്പം അതെല്ലാം ശരി തന്നെയാണ്. ഇവളാണ് എല്ലാം ചിന്തിക്കുമ്പോൾ മുത്തശ്ശിക്ക് തോന്നുന്നുണ്ട് ഇവൾ ഒറ്റൊരുത്തി തന്നെയാണ്, ശരിയാണ്, ഇവളെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല. പക്ഷേ ഈ കുഞ്ഞിന്റെ കരച്ചില്, തന്റെ മകനാണെങ്കിൽ ഇതാ ഏതോ ഒരു നാട്ടിൽ പോയി ജോലി ചെയ്യാണ്, ഈ കാര്യങ്ങളൊന്നും തന്റെ മകൻ അറിയുന്നേ ഇല്ല. അപ്പൊ വിനോദിനോടും മുത്തശ്ശി പോയി സംസാരിക്കുകയാണ്. മോനെ, ഇനിയിപ്പോ എന്ത് ചെയ്യോടാ, ഈ കുഞ്ഞിനെ കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നിന്റെ അനിയൻ രാജീവിനെ കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്ത് ചെയ്യും മോനെ എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും അത് ശരിയാണല്ലോ. അപ്പം വിനോദ് ഇങ്ങനെ ആലോചിക്കുകയാണ്. ശരിയാണ്, രാജീവ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല, കുഞ്ഞു എന്ത് ചെയ്തു, ഇവൾ ഒറ്റൊരുത്തിയാണ് ഇതെല്ലാം ചെയ്ത് കൂട്ടിയത്. പക്ഷെ ഇവളെ സഹായിച്ചവരുടെ ആ ഒരു കാര്യങ്ങൾ ചോദിച്ചറിയാണ്. ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴത്തേക്കിനും അനുപമയെ പോലീസിന് ഒറ്റിക്കൊടുത്തത് നമ്മുടെ ജയനാണല്ലോ. അപ്പൊ ജയൻ വലിയ സന്തോഷത്തിൽ ഇതാ മിനിയെ വിളിച്ച് പറയുകയാണ്, എടി ദേ പോലീസുകാർ അവളെ പൊക്കി, അഖിൽമോനാണെങ്കിൽ വഴിയെ പോകുന്നതൊക്കെ കണ്ടു എന്ന് നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു, അതുകൊണ്ട് നമുക്കൊന്ന് വീട്ടിലേക്ക് ചെന്നാലോ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, അവളെ പോലീസുകാർ ചതച്ചോ എന്നുള്ള കാര്യമൊക്കെ അറിയണ്ടേന്നും പറഞ്ഞ് രണ്ടാളും കൂടി അങ്ങനെ ആ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമൊക്കെ ആയിട്ട് നമ്മുടെ അനുപമയാണെങ്കിൽ അവിടെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പൊ അനുപമയ്ക്ക് മനസ്സിലായി ഇത് മിനിച്ചേച്ചിയും ജയൻ ചേട്ടനും കൂടി തന്നെ അറിഞ്ഞൊന്ന് പണിതതാണ് എന്നുള്ള കാര്യം. അപ്പൊ എന്തായാലും ഈ പണിക്ക് ഒരു മറുപടി തിരികെ കൊടുക്കണമല്ലോ. ആ കാര്യം ഇങ്ങനെ ആലോചിച്ചാണ് നമ്മുടെ അനുപമ അവിടെ നിൽക്കുന്നത്. പക്ഷെ ഇതൊന്നും മനസ്സിലാകാതെയാണ് വളരെ എന്താ പറയാ സങ്കടത്തോടു കൂടിയാണ് മിനി ചെല്ലുന്നത്. എടി നിനക്ക് എന്താ പറ്റിയത്, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ അതെങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ തിരികെ വീട്ടിലേക്ക് കൊടുക്കുക എന്നുള്ള കാര്യം. ചേച്ചി ഇതൊക്കെ എപ്പ പറഞ്ഞു എന്നുള്ള രീതിയിൽ അനുപമ തിരികെ ചോദിക്കുമ്പോഴത്തേക്കിനും ഇവള് നിന്ന് ഉരുണ്ട് കളിക്കുകയാണ്. അപ്പോഴത്തേക്കിനും ആ ഒരു പോലീസുകാരങ്ങോട്ട് വന്നു കേട്ടോ. അവര് വന്ന പാടെ തന്നെ ചോദിക്കുന്നുണ്ട്, എന്തായാലും ഈ ഒരു മുതല് പെട്ടെന്നൊന്നും നിന്നെ കൊണ്ട് വിൽക്കാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കിനും നിനക്ക് സഹായികളായിട്ട് ആരൊക്കെയോ പ്രവർത്തിച്ച് കാണുമല്ലോ, ആരൊക്കെയായിരുന്നു നിന്റെ സഹായികൾ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. സഹായികളെ കുറിച്ച് പറയുമ്പോഴത്തേക്കിനും മിനിയെയും അതുപോലെ തന്നെ ജയനെയും ഒന്ന് നന്നായിട്ട് നോക്കുകയാണ് നമ്മുടെ അനുപമയുടെ ആ ഒരു നോട്ടത്തിൽ എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കിനും മിനിയാണെങ്കിൽ പതിയെ പുറകോട്ട് വലിയാണ് കേട്ടോ. അപ്പം മിനിയുടെ ആ ഒരു മാറ്റം കണ്ടതും, സാറേ എന്നെ ഇനി ഉപദ്രവിക്കുകയൊന്നും ചെയ്യരുത്, ഞാൻ എല്ലാ സത്യങ്ങളും സാറിനോട് പറഞ്ഞില്ലേ, ഞാൻ ചെയ്ത ആ ഒരു തെറ്റുകളെല്ലാം ഞാൻ സാറിനോട് ഏറ്റു പറഞ്ഞില്ലേ, എനിക്ക് സഹായത്തിന് മറ്റു രണ്ടുപേര് കൂടി ഉണ്ടായിരുന്നു, ഒന്ന് ദാ നിൽക്കുന്ന മിനിച്ചേച്ചിയും മറ്റത് ജയൻ ചേട്ടനുമാണ് എന്നുള്ള സത്യം. അങ്ങനെ വിനോദും അതുപോലെ ആ വീട്ടിലുള്ള എല്ലാവരും അറിയുകയാണ് ഇവരെല്ലാവരും കൂടിയാണ് തൻ്റെ വീട്ടിൽ നിന്നും ഈ ഒരു സാധനം അടിച്ചു മാറ്റിയതെന്നും തങ്ങളെ ഇത്രയധികമൊക്കെ വിഷമിപ്പിച്ചതും എന്നുള്ള കാര്യം. അപ്പം ഇവരെല്ലാവരും പ്ലാൻ ചെയ്ത് തന്നെയാണ് അമ്മയെ കൊല്ലാൻ ശ്രമിച്ചതെന്നും അങ്ങനെയുള്ള സകല സത്യങ്ങളുടെയും ചുരുളഴിയുന്നൊരു ദിവസമാണ് നാളെ. അപ്പം എല്ലാ കൂട്ടുകാരും മിസ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുന്നു. എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും അത് പ്രതീക്ഷിക്കുന്നു. കമൻസും അതുപോലെ തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം. താങ്ക് യു. ബൈ ബൈ.